ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡിമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമേ സീരീസിന്റെ സീസൺ 1ന്റെ അതിലെ 26ാമത്തെ എപ്പിസോഡാണ്. സോ ഇനി വെറും ഒരു എപ്പിസോഡ് മാത്രമേ ഉള്ളൂ ഡിമൺ സ്ലെയറിന്റെ സീസൺ 1ന്റെ അതിലുള്ളത്. സോ അത് ഞാൻ എത്രയും വേഗം വിടാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ റോഡ് ടു 1K ആണ്. അത് മാത്രമല്ല നിങ്ങൾ ഇതുവരെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാന്നേക്കാം. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കം തന്നെ നമ്മുടെ ഇനോസ്കിയും അതുപോലെ തന്നെ നമ്മുടെ ജെനിറ്റ്സുയും വായും തുറന്നൊന്നിരിക്കുകയാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ താൻജറിയും അതുപോലെ തന്നെ കാനയും തമ്മിൽ വളരെയധികം വേഗത്തിലുള്ള ഒരു ട്രെയിനിങ് തന്നെയാണ് കാണുന്നത്. ആര് ക്ലാസ് എടുക്കും, ആരെ ഒഴിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാനയാണെങ്കിൽ ഈ തവണ നിന്നെ ഞാൻ ജയിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം തന്നെ നമ്മുടെ കാന ജയിക്കുകയാണ്. നമ്മുടെ കാന നമ്മുടെ താൻജറിയുടെ മുഖത്ത് വെള്ളം ഒഴിക്കുകയാണ്. ഇതേ സമയം തന്നെ അവിടെയുള്ള ആ നേഴ്സ് പറയുകയാണ്, കഴിഞ്ഞ ഗെയിമിൽ നീ വിജയിച്ചു, അതുപോലെ തന്നെ ഈ ഗെയിമിൽ അവളും വിജയിച്ചു. അതുകൊണ്ട് തന്നെ നിന്റെ 10 പോയിന്റ് മൈനസായി, അവളുടെ 10 പോയിന്റ് പ്ലസ് ആയി. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സമനിലയിലാണെന്ന് പറയുകയാണ് ആ നേഴ്സ് നമ്മുടെ താൻജറോ നേഴ്സോട് പറയുകയാണ്, എനിക്ക് പോയിന്റിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, എനിക്ക് എൻ്റെ സ്പീഡൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യണം, അതുമാത്രമല്ല എൻ്റെ സ്ട്രെങ്ത് ഒക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ റണ്ണിങ് ട്രെയിനിങ് എടുക്കാൻ പോവാന്ന് പറയുന്ന സമയത്താണ് നമ്മുടെ താൻജറോ ഇനോസ്കിനെ അതുപോലെ തന്നെ സെനിറ്റ്സുവിനെയും കാണുന്നത്. അവർക്കും നമ്മുടെ താൻജറോയുടെ ട്രെയിനിങ് ചെയ്യണമെന്ന് താൻജറോയ്ക്ക് മനസ്സിലാവുകയാണ്. നമ്മുടെ താൻജറോ സെനിറ്റ്സുനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്ക് എത്രയൊക്കെ അടി കൊണ്ടാലും നമ്മൾ ടോട്ടൽ കോൺസെൻട്രേഷൻ ടെക്നിക്കിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സെനിറ്റ്സു ടോട്ടൽ കോൺസെൻട്രേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ താൻജറോ എന്നിട്ട് അവനെ അടിക്കുകയാണ്. പക്ഷെ നമ്മുടെ സെനിറ്റ്സുവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ കൺട്രോൾ അങ്ങ് പോവുകയാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ ഇനോസ്കി പറയുകയാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോ, ഞാൻ ഒരിക്കലും ഈ ബ്രീത്തിങ് ടെക്നിക്കിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ലെന്ന്. ഇതൊക്കെ കണ്ട നമ്മുടെ സെനിറ്റ്സു ആണെങ്കിൽ നമ്മുടെ ഇനോസ്കിയെ വാരിക്കോരി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു വിചിത്രമായിട്ടുള്ള ഒരു സ്ഥലം കാണിക്കുകയാണ്. അവിടെ ഒരു പെണ്ണിരുന്നിട്ട് ഒരു വയലിൻ പോലത്തെ ഏതാണ്ട് ഒരു സാധനം വെച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ലോവർ റാങ്കിലുള്ള ഡീമൻസ് ഒക്കെ അങ്ങോട്ട് വരികയാണ്. ആ ഡീമൻസിന് പോലും അറിയത്തില്ല അവരെവിടാന്ന്. നോക്കുന്ന സമയത്ത് അവരൊരു വിചിത്രമായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്നു. അങ്ങനെ ആ 5 ഡീമൻസും ആ ഗിത്താറിന്റെ സൗണ്ട് ഒന്നുകൂടെ കേൾക്കാൻ നേരത്ത് നോക്കുന്ന സമയത്ത് ആ 5 ഡീമൻസും ഒരു പെണ്ണിനെയാണ് കാണിക്കുന്നത്. ആ ഗിത്താർ വായിച്ചുകൊണ്ടിരുന്നേ ആരാന്ന് ചിലവർക്കൊക്കെ മനസ്സിലായി കാണും. എന്നാൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ദ മൂസാൻ കിബിക്സുജിയാണ് ഈ നിൽക്കുന്നത്. എന്നാൽ നമ്മളെപ്പോലെ തന്നെ ചിലവർക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്ന് വെച്ചാൽ ആ ഡീമൻസിനൊന്നും ഇത് മൂസാനാന്ന് മനസ്സിലായിട്ടില്ല. ഇതേ സമയം തന്നെ ആ ഡീമനിലെ ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾ ആരാന്ന്? ആ മൂസാൻ പറയുകയാണ്, ഞാൻ ആരാന്ന് നീ എന്നോട് ചോദിക്കാറായോ? നിങ്ങളെല്ലാവരും മുട്ടുകുത്തിയിരിക്കാൻ പറയുകയാണ്. അവർ പോലും അറിയാതെ അവർ മുട്ടുകുത്തിയിരിക്കുകയാണ്. സമയത്താണ് ആ 5 ഡീമൻസിന് മനസ്സിലാവുന്നത് ഇതാണ് ദ ഡീമൻ കിങ് മൂസാൻ. ഇതേ സമയം തന്നെ അവിടെയുള്ള ഒരു ഡീമൻ മൂസാനോട് പറയുകയാണ്, സോറി മാസ്റ്റർ, നിങ്ങളാന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുകയാണ്. ഇതേ സമയം തന്നെ മൂസാൻ പറയുകയാണ്, നീ നിന്റെ വായടയ്ക്ക്, നിന്നോട് ഞാനിപ്പം സംസാരിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ, നീ നിന്റെ അംഗീകാരം മാത്രം ഓർത്ത് നീ സംസാരിച്ചാൽ മതി. നിങ്ങളെല്ലാവരും ഞാനിവിടെ വിളിച്ചു വരുത്തിയെന്ന് വെച്ചാൽ 1260 റൂയി ഡീമൻ മരിച്ചു, അത് ഒരു ഡീമൻ സ്ലെയറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ 5 പേരിൽ ഒരാളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് 1260 ചേർക്കാൻ പോവാണ്. പക്ഷെ നിങ്ങളിൽ ആർക്കും അതിനുള്ള യോഗ്യതയില്ല. നിങ്ങൾ ലോവർ റാങ്കിലുള്ള ഡീമൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഹാച്ചറാനെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു പവർ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്നാലും പേടിച്ചോടുകയല്ലാതെ ആ ഹാച്ചറെ നിങ്ങൾ തുടത്തു പോലും ഇല്ല. നോക്കുന്ന സമയത്ത് ഒരു ഡീമൻ ഈ ഒരു കാര്യം മനസ്സിലാലോചിക്കുകയാണ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ മാത്രം മതി, ഞങ്ങളല്ലേ ആ ഡീമൻ സ്ലേയേഴ്സുമായിട്ടൊക്കെ പോയി ഫൈറ്റ് ചെയ്ത് മരിക്കാൻ പോകുന്നത്. എന്നാൽ നമ്മുടെ മൂസാന് ഈ കാര്യം പറയുന്നത് മനസ്സിലാവുകയാണ്. നമ്മുടെ മൂസാൻ ആ ഡീമനോട് ചോദിക്കുവാണ്, നീ എന്താണ് പറഞ്ഞു വരുന്നത്? അയ്യോ, ഞാൻ പറഞ്ഞത് കേട്ടോ, എന്നോട് ക്ഷമിക്കുന്ന മൂസാനോട് പറയുകയാണ് ആ ഡീമൻ. ആ മൂസാൻ പറയുകയാണ്, നീ എന്നോട് പറയാനുള്ള കാര്യം നീ എന്നോട് നേരിട്ട് പറയണമായിരുന്നു, പക്ഷെ നീ അത് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ നീ മരിക്കുന്നു പറയുകയാണ്. ഇതേ സമയം തന്നെ ആ ഡീമൻ അവിടെ നിന്ന് മരിക്കുകയാണ്. മൂസാൻ തലയിൽ കുമ്പുള്ള ആ ഡീമനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഹാഷ്റാസിനെയൊക്കെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നതെന്ന്. എന്നേരം ആ ഡീമൻ പറയുകയാണ്, ഞാനിതുവരെ ഒരു ഹാഷ്റാനെ കണ്ടിട്ട് ഓടിയിട്ടൊന്നുമില്ല, ഒരു ഡീമൻ സ്ലെയറിനെ കണ്ടിട്ട് പോലും ഓടിയിട്ടില്ല, ഞാൻ എൻ്റെ പരമാത്മനെ ശ്രമിക്കുന്നുണ്ട് അവരെ കൊല്ലാൻ. ഇതേ സമയം തന്നെ മൂസാൻ പറയുകയാണ്, നീ അത്രയ്ക്കൊന്നും ശ്രമിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നീയും മരിക്കാൻ പറയുകയാണ്. നമ്മുടെ ഡീമൻസ് മരിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ആ ഡീമന് മനസ്സിലാവുകയാണ്, ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഓടി രക്ഷാവെന്ന് പറഞ്ഞ് ആ ഡീമനെ കൊണ്ട് പറ്റുന്നത്ര സ്പീഡിൽ ആ ഡീമൻ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ മൂസാൻ ആരാണ് മോൻ, ആ ഡീമനെ വന്നിട്ട് ആ ഡീമന്റെ തലയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ മൂസാൻ അവരുടെ മുന്നിൽ. അങ്ങനെ മൂസാൻ അവിടെ വന്ന 5 ഡീമൻസിനകത്തിലെ 3 ഡീമൻസിനെ
ഇപ്പൊ തന്നെ കൊന്നു കളഞ്ഞു. ഇനിയുള്ളത് 2 ഡീമൻസ് മാത്രം. അവരോട് മൂസാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഹാഷ്റാസിനെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുന്നത്? ഇതേ സമയം തന്നെ അവിടെയുള്ള വയസ്സായിട്ടുള്ള ഒരു ഡീമൻ മൂസാനോട് പറയുകയാണ്, മാസ്റ്റർ, ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന എല്ലാ ഹാഷ്റാസിനെയും കൊല്ലുന്നുണ്ട്. അതുമാത്രമല്ല, ഞാൻ എല്ലാ ഡീമൻ സ്ലേയേഴ്സിനെയും കൊല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ആൾക്കാരെ കൊല്ലണമെങ്കിൽ എനിക്ക് വേണ്ടിയത് നിങ്ങളുടെ ബ്ലഡ് മാത്രമാണെന്ന് മൂസാനോട് പറയുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ മൂസാൻ പറയുകയാണ്, ഒരു ലോവർ റാങ്കിലുള്ള ഒരു ഡീമൻ എന്നോട് ആജ്ഞാപിക്കുവാണ്. കേട്ടാ പ്രായമായിട്ടുള്ള ഡീമൻ പറയുകയാണ്, ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചതല്ല, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തതാണെന്ന് പറയുകയാണ്. കണ്ട് മൂസാൻ പറയുകയാണ്, എൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് സൈലൻസ് ആണ്. അത് നിനക്കില്ല, അത് നീ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നീയും ഭരിക്കുന്നത് പറഞ്ഞ് അവനെ കൊന്നു കളയുവാണ് നമ്മുടെ മൂസാൻ. നോക്കുന്ന സമയത്ത് ഇനി ഒരു ഡീമൻ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. ആ ഡീമനോട് മൂസാൻ പറയുകയാണ്, ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നിന്നെ കൊല്ലാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും അവസാനമായിട്ട് എന്നോട് പറയാനുണ്ടോന്ന്. ഇതേ സമയം തന്നെ ആ ഡീമൻ പറയുകയാണ്, ഇവിടെയുള്ള എല്ലാ ഡീമൻസിനെ കൊണ്ടപ്പോലും ഞാൻ അവരെ നോക്കാൻ വേണ്ടി ഞാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മരിക്കാൻ നേരത്ത് എന്നെ നോക്കാൻ വേണ്ടി ഇവിടെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ, നിങ്ങൾ എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആ മരണം 2 കൈ നീട്ടി സ്വീകരിക്കുവാണ്. കേട്ടിട്ട് നമ്മുടെ മൂസൻ അവനെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുവാണ്. നോക്കുന്ന സമയത്താണ് നമ്മൾ ഒരു കാര്യം കൂടെ കാണുന്നത്. ആ ഡീമന്റെ കഴുത്തിലോട്ട് എന്തോ ഒരു സാധനം വന്ന് കൊള്ളുവാണ്. നമ്മൾ അതൊന്നും കൂടെ സൂക്ഷിച്ചു നോക്കുന്ന സമയത്താണ് നമുക്കത് മനസ്സിലാവുന്നത്. അത് മൂസാന്റെ ബ്ലഡ് കൊടുക്കുന്ന ഒരു സാധനമാണെന്ന്. ആ ഡീമന് മൂസാന്റെ ബ്ലഡ് കുറച്ചളവിൽ കൊടുക്കുകയാണ്. അങ്ങനെ മൂസാൻ ആ ഡീമനോട് പറയുകയാണ്, ഞാനിപ്പം നിനക്ക് ഒരുപാടധികം പവേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ആ പവേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നീ ഇനി ഒരുപാടധികം ഹാഷ്റാസിനെയൊക്കെ കൊല്ലണം. നീ ഇനി ഹാഷ്റാസിനെ കാണുമ്പോൾ ഒളിച്ചോടി ഇരിക്കാനൊന്നും പാടില്ല. കാരണം നിനക്കിപ്പം ഒരുപാടധികം പവേഴ്സ് ഉണ്ട്. അതുമാത്രമല്ല, നീ ഒരു ഡീമൻ സ്ലെയറിനെ കൊല്ലണം. ആ ഡീമൻ സ്ലെയർ ഒരു ടൈപ്പ് ഓഫ് ഒരു ഹിയർലിങ്സ് ഇട്ടിട്ടുണ്ട്. സോ അത് നിനക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് മൂസാൻ ആ ഡീമനോട് പറയുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മൂസാൻ അവിടെ നിന്ന് മാഞ്ഞു പോവുകയാണ്. അങ്ങനെ ആ ബ്ലഡ് കുത്തിവെച്ച ആ ഡീമൻ വേറെ ഏതൊരു സ്ഥലത്തേക്ക് ചെന്ന് വീഴുകയാണ്. ആ ഡീമന് വളരെയധികം വേദനയൊക്കെ എടുക്കുന്നുണ്ട്. കാരണം ആ ഡീമൻ ഇപ്പോൾ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമനായിട്ട് മാറാൻ പോവുകയാണ്. ആ ഡീമന്റെ മനസ്സിലേക്ക് ഒരാളുടെ പിക്ചർ വരുന്നു. നോക്കുന്ന സമയത്ത് അത് നമ്മുടെ താങ്ക്രോടെയാണ്. ആ ഡീമന് മനസ്സിലാവുന്നു മൂസാൻ കിബിത്സുജി പറഞ്ഞത് ഈ ഡീമൻ സ്ലെയറിനെ കൊല്ലുന്ന കാര്യമാണ്. പിന്നെ കാണിക്കുന്നത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന താങ്ക്രോ അതുപോലെ സെനിറ്റ്സു ഇനോസ്കിനെയാണ്. നോക്കുന്ന സമയത്ത് അങ്ങോട്ട് താങ്ക്രോയുടെ കാക്ക വരുവാണ്. എന്നിട്ട് പറയുകയാണ്, മുഗൾ ട്രെയിനിൽ ഒരുപാട് ആൾക്കാരെ കൊന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് പോകണം. എന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആ കാക്ക വന്ന് അവിടെ എന്ന് പറയുകയാണ്. ഈ മിഷനിലോട്ട് ആരാണ് ചേർത്തേന്ന് ചോദിച്ചാൽ നമ്മുടെ ഡീമൻ സ്ലേയേഴ്സിന്റെ ഒക്കെ ഹെഡായിട്ടുള്ള ആ പുള്ളിക്കാരനാണ് ഇവരെ എല്ലാവരെയും ഈ മിഷനിലേക്ക് ചേർത്തത്. പക്ഷേ ഈ മിഷനിലോട്ട് ചേർക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ഷിരിബുവാണ് മാസ്റ്ററിനോട് വന്ന് പറഞ്ഞത് നമ്മുടെ താൻഡ്രു ഇനോസ്കി അതുപോലെ തന്നെ സെനിറ്റ്സുവിനെ ഈ മിഷനിലോട്ട് ചേർക്കണമെന്ന്. മാസ്റ്റർ ഷിരിബുവിനോട് ചോദിക്കുന്നു, നീ എന്തിനു വേണ്ടിയാണ് ആ ചെറുക്കനെ അങ്ങോട്ട് അയക്കുന്നത് എന്ന്. ഷിരിബു പറയുകയാണ്, അവൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ ഫയർ ബ്രീത്തിങ്ങുമായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല അവനൊരു നല്ല കുട്ടിയും കൂടാണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ അയക്കുന്നത് എന്ന് പറയുകയാണ്. കേട്ടാ മാസ്റ്റർ പറയുകയാണ്, ഫയർ ബ്രീത്തിങ്ങും അവൻ്റെ കുടുംബവും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് താൻഡ്രോനെ കുറിച്ച് അറിയാൻ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അവനെ വിട്ട കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ. എനിക്കിപ്പം വേറൊരു കാര്യം കൂടെ തോന്നുന്നു, മൂസാന്റെ കാലം അടുക്കാനുള്ള സമയമായെന്ന് നമ്മുടെ മാസ്റ്റർ ആ ഷിരിബുവിനോട് പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് മിസ്സിന് വേണ്ടി പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന നമ്മുടെ താൻഡ്രോ തന്നെയാണ്. നമ്മുടെ താൻഡ്രോ നടന്നു പോകുന്ന സമയത്ത് അതുവഴി ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരാൾ നടന്നു പോകുന്നു. നമ്മുടെ താൻഡ്രോനെ തെളിലേക്ക് ഇട്ടിട്ടാണ് പോകുന്നത്. നമ്മുടെ താൻഡ്രോ ചിന്തിക്കുകയാണ്, ഇവനെ ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻഡ്രോ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ താൻഡ്രോയ്ക്ക് മനസ്സിലാവാണ് ഇവനും മറ്റേ ഡീമൺ സ്ലെയർ കോമ്പറ്റീഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനാണെങ്കിൽ നമ്മുടെ താൻഡ്രോനെ ഒന്നും മൈൻഡ് ചെയ്യാതെ ജാട എടുത്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻഡ്രോ ആണെങ്കിൽ അവനെ ട്രെയിൻ ചെയ്യാൻ സഹായിച്ചത് അവൻ്റെ ആ സിസ്റ്ററിനെ ചെന്നിട്ട് അവൻ താങ്ക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ നമ്മുടെ സിസ്റ്റർ പറയുകയാണ്, ഇവിടെ വരുന്ന ആൾക്കാരെയൊക്കെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിയാണ്. അതുകൊണ്ട് നീ താങ്ക്സ് എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. അതുമാത്രമല്ല ഞാനും ആ ഫൈനൽ കോമ്പറ്റീഷനൊക്കെ വേണ്ടിയൊക്കെ വിജയിച്ചതൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് ഡീമൻസിനെയൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ പോലെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഡീമൺ സ്ലെയർ ഹെഡ് ക്വാർട്ടേഴ്സിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. കേട്ട് നമ്മുടെ താൻജർ പറയുവാണ്, ഓഹോ അങ്ങനെയാണല്ലേ, അതൊന്നും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ഡീമനല്ല കൊല്ലാൻ പോകുന്നത്. അതുമാത്രമല്ല നിങ്ങളിപ്പോൾ എന്നെ ഒരുപാട് ട്രെയിനിങ് ചെയ്യാൻ നിങ്ങൾ എന്നെ ഒരുപാടധികം സഹായിച്ചിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ഒരു ഡീമനെ കൊല്ലുവാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്കും കൂടാണെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ആ സിസ്റ്ററിന് വളരെയധികം സന്തോഷം വരികയാണ്. അങ്ങനെ താൻജറോ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് നമ്മുടെ കാര എടുത്തോട്ടാണ് പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവളോട് ഒരു താങ്ക്സ് ഒക്കെ പറയുകയാണ്. എന്തൊക്കെ പറഞ്ഞിട്ടും അവർ ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു കാര്യവും ചെയ്യുന്നില്ല. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ ചോദിക്കുവാണ്, നിനക്ക് എന്നോട് സംസാരിക്കണമെന്ന് താല്പര്യമൊന്നുമില്ലേ? ഇതേ സമയം തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ടോയിനിട്ടിട്ട് ടോസ് ഇടുകയാണ്. അങ്ങനെ അവൾ പറയുകയാണ്, ഹലോ താൻജറോ. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ ചോദിക്കുവാണ്, നിനക്കപ്പം സംസാരിക്കാനൊക്കെ പറ്റുമല്ലേ? അങ്ങനെ നമ്മുടെ താൻജറോ അവളോട് ചോദിക്കുവാണ്, നീ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ടോസ് ഇട്ട് നോക്കുന്നത്? ഇതേ സമയം തന്നെ അവൾ പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് സ്വയം തീരുമാനിക്കാൻ അറിയത്തില്ല.
അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോയിൻ ഇട്ടിട്ട് ടോസ് ചെയ്താണ് നോക്കുന്നത്. എനിക്കിപ്പോൾ ആരോടെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ടോസ് ഇടും. അതിൻ്റെ അകത്തിലെ ഹെഡാണ് വീഴുന്നതെങ്കിൽ ഞാൻ ആളോട് സംസാരിക്കും, ടെയിലാണ് വീഴുന്നതെങ്കിൽ ഞാൻ ആളോട് സംസാരിക്കത്തില്ല. ഇപ്പം ഹെഡാണ് വീണത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കുന്നത് എന്ന് താൻജിറോട് അവൾ പറയുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജിറോ ആണെങ്കിൽ ഞാൻ ഇനി എങ്ങനെ ഇവളെ മനസ്സ് പറയുന്നത് പോലെ തന്നെ ഇവളെ ചിന്തിക്കാൻ ഞാൻ പഠിപ്പിക്കും, എങ്ങനെ ഞാൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജിറോ. അങ്ങനെ നമ്മുടെ താൻജിറോ ആണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് ആ കോയിൻ മേടിച്ചിട്ട് കുറച്ച് ദൂരോട്ട് പോയിരുന്നിട്ട് പറയുകയാണ്, ഇതിനകത്തിൽ ഇപ്പോൾ ഹെഡാണ് വീഴുന്നതെങ്കിൽ നീ നിന്റെ മനസ്സ് പറയുന്നത് കേൾക്കണം, അഥവാ ടെയിലാണ് വീഴുന്നതെങ്കിൽ നീ ഇപ്പോൾ ഇരിക്കുന്നത് പോലെ തന്നെ നീ ഇരുന്നാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ താൻജിറോ അത് മേളിലോട്ട് ഇടുകയാണ്. എന്നിട്ട് അവളുടെ മുന്നിൽ ചെന്നിട്ട് അത് കാണിക്കുകയാണ്. നോക്കുന്ന സമയത്ത് അത് ഹെഡാണ് വീണിരിക്കുന്നത്. ഇനിയും അവളുടെ മനസ്സ് പറയുന്നത് തന്നെ അവൾ കേൾക്കണം എന്ന് താൻജിറോ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ താൻജിറോ ആണെങ്കിൽ അവളുടെ കോയിൻ തന്നെ അവളുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് പറയുകയാണ്, ഇനി തൊട്ട് നീ നിന്റെ മനസ്സ് പറയുന്നത് തന്നെ കേൾക്കണം, അല്ലാതെ നീ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കോയിൻ ഇട്ട് ടോസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നീ നിന്റെ മനസ്സ് പറയുന്നത് തന്നെ കേട്ടാൽ മതി എന്ന് നമ്മുടെ താൻജിറോ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവൾ ചോദിക്കുകയാണ് നമ്മുടെ താൻജിറോട്, നീ ഏത് ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് ഹെഡ് വരുന്നത് പോലെ ആക്കിയത്? ഇതൊക്കെ കേട്ട് നമ്മുടെ താൻജിറോ പറയുകയാണ്, ഞാൻ ഒരു ട്രിക്കും യൂസ് ചെയ്തിട്ടില്ല, ഇത് ലക്ക് ബേസിൽ തന്നെയാണ് വന്നത്, അഥവാ ഇത് ഹെഡ് വീണില്ലെങ്കിൽ ഞാൻ വീണ്ടും ട്രൈ ചെയ്തേനെ, ഹെഡ് വീണില്ലെങ്കിൽ പിന്നെ ഞാൻ ട്രൈ ചെയ്തിരുന്നേനെ, അങ്ങനെ നിന്റെ മനസ്സ് പറയുന്നത് പോലെ തന്നെ നിന്നെ കേൾക്കാൻ വേണ്ടി ഞാൻ നിന്നെ ഇത് റെഡിയാക്കിയാണ് എന്ന് പറയുന്നത് നമ്മുടെ താൻജിറോ അവിടെ നിന്ന് പോകുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ കാനയ്ക്ക് എന്തോ ഒരു ഫീല് നമ്മുടെ താൻജിറോട് തോന്നുകയാണ്. അത് മാത്രമല്ല നമ്മുടെ കാനയ്ക്ക് ചെറുതായിട്ട് നമ്മുടെ താൻജിറോട് ഇഷ്ടമൊക്കെ തോന്നുകയാണ്. എല്ലാവരോടും ടാറ്റാ ബാബയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സെനിറ്റ്സു, ഇനോസ്കി അതുപോലെ തന്നെ നമ്മുടെ താൻജിറോ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇതേ സമയമായിരുന്നു ആ മൂന്ന് കുടിക്കാൻ കൊണ്ട് വരുന്നത്. അവരുടെ പരിശീലനം കഴിഞ്ഞതുകൊണ്ട് തന്നെ അവരത് ഊതിപ്പൊട്ടിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ മൂന്ന് പേരും വളരെയധികം സിമ്പിളായിട്ട് തന്നെ അത് ഊതിപ്പൊട്ടിക്കുകയാണ്. അങ്ങനെ അവർ അതിൽ നിന്നും പാസ്സാകുകയാണ്. അങ്ങനെ അവർ പോകാൻ നേരത്ത് കഴിക്കാൻ വേണ്ടി അവർക്ക് റൈസ് ബോൾ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ താൻജിറോ നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ ആ സമയത്ത് തന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ സെനിറ്റ്സു അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ട് ജിയോ വരികയാണ്. നമ്മുടെ ജിയോയുടെ അടുത്തോട്ട് നമ്മുടെ താൻജിറോ ഓടിപ്പോവുകയാണ്. എന്നിട്ട് നമ്മുടെ ജിയോട് ടാങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെനിക്ക് ഒരുപാടധികം ഉപകാരമൊക്കെ ചെയ്തിട്ടുണ്ട്, സോ അതൊക്കെ ഞാൻ എങ്ങനെ നിങ്ങളോട് ടാങ്ക്സ് പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജിയോ പറയുകയാണ്, നീ എന്നോട് ടാങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, നീ ഇപ്പം പോകുന്ന മിഷന് നിന്റെ കഴിവ് മൊത്തം കാണിക്കുക, അതുമാത്രമല്ല നീ ജീവനോട് തിരിച്ചു വരിക, അത് മാത്രം എനിക്ക് മതിയെന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ജിയോ അവിടെ നിന്ന് പോവുകയാണ്. ആ മൂന്ന് കുട്ടികൾ നമ്മുടെ ചെരിച്ചൂര് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ എവിടെയെങ്കിലും ഗേൾസിനെ കാണാൻ നേരത്ത് അവരുടെ പുറകെ ഒന്ന് പോകരുത്, ഈ ഗേൾസ് എന്ന് പറയുന്ന കാര്യം തന്നെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്, അതുകൊണ്ട് തന്നെ ചുമ്മാ അവരുടെ പുറകെ പോകലെന്ന് ആ മൂന്ന് കുട്ടികൾ പറഞ്ഞു കൊടുക്കുകയാണ്. അവർ മൂന്ന് പേരും ടാറ്റ ബാബായ് എല്ലാവർക്കും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ്. അവിടുന്നാണ് മുഗൾ ട്രെയിൻ പോകുന്നത്. സോ അതിൽ കയറാൻ വേണ്ടിയാണ് അവരിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ നമ്മുടെ കാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഇനോസ്കിക്ക് ഇത് ട്രെയിനാണെന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് തന്നെ ഇതൊരു ജീവനാണെന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇനോസ്കി. അതുമാത്രമല്ല അതിൽ നിന്ന് ഒരുപാടധികം പുകയൊക്കെ വരുന്നത് കണ്ടുകൊണ്ട് തന്നെ ഇത് തന്നെയാണെന്ന് ആ ഡീമൻ എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് ആ ഡീമനെ വെട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ താൻജിറോ പറയുകയാണ്, എനിക്ക് തോന്നുന്നു ഈ ഡീമനെ മനുഷ്യർ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ജെനിറ്റ്സു പറയുകയാണ്, ഇത് ഡീമനൊന്നുമല്ല, ഇത് ട്രെയിനാണ്, ഇത് മനുഷ്യരുടെ സമയം ലാഭിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു യന്ത്രമാണെന്ന് പറയുകയാണ്. ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇനോസ്കി അതുപോലെ തന്നെ നമ്മുടെ താൻജിറോ ഒക്കെ കാട്ടിലാണ് വളർന്നു വന്നത്, പക്ഷെ നമ്മുടെ ജെനിറ്റ്സു അങ്ങനെയൊന്നും അല്ല. എന്നാൽ നമ്മുടെ ജെനിറ്റ്സു പറഞ്ഞ് വിശ്വസിക്കാതെ നമ്മുടെ ഇനോസ്കി ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അതൊരു ഡീമനാണെന്ന്. എന്നിട്ട് നമ്മുടെ ജെനിറ്റ്സു ആണെങ്കിൽ ആ ട്രെയിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആളുകളൊക്കെ കൂടുന്നുണ്ട്, അങ്ങോട്ട് പോലീസുകാരൊക്കെ വരികയാണ്. എന്നാൽ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ലെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ജെനിറ്റ്സു ആണെങ്കിൽ അവരെ രണ്ടുപേരെ തൂക്കിയെടുത്തിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. എന്നിട്ട് ആ ട്രെയിൻ സ്റ്റേഷൻ്റെ പുറകിൽ പോയി നിന്നിട്ട് പറയുകയാണ്, എനിക്ക് തോന്നുന്നു ഇതുവരെ സർക്കാരൊന്നും നമ്മുടെ ഡീമൺ സ്ലേയേഴ്സിനൊന്നും അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമ്മുടെ പോലീസുകാരൊക്കെ പിടിക്കാൻ വരുന്നതെന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ആ ട്രെയിൻ അവിടെ നിന്ന് പോവുകയാണ്. ട്രെയിൻ അവിടെ നിന്ന് സ്റ്റാർട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് ചാടി ആ ട്രെയിനിലോട്ട് കയറുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ താൻജിറോയെ നമ്മുടെ സെനിറ്റ്സുവിന് വളരെയധികം വേഗത്തിലൊന്നും ഓടാനൊന്നും സാധിക്കുന്നില്ല. എന്നെയും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെനിറ്റ്സു ആണെങ്കിൽ ആ ട്രെയിനിൻ്റെ മണ്ടയ്ക്കോട്ട് കയറി പിടിക്കുകയാണ്. നമ്മുടെ താൻജിറോ ആണെങ്കിൽ നമ്മുടെ സെനിറ്റ്സുവിനെ സഹായിക്കുകയാണ്. നമ്മുടെ സെനിറ്റ്സു എന്നെ വലിച്ച് നമ്മുടെ താൻജിറോ ആ ട്രെയിനിലോട്ട് കയറ്റുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കി ചിന്തിച്ചിരിക്കുന്നത് ഇതൊരു ഡീമൻ ആണെന്ന് തന്നെയാണ്. ഞാൻ വിചാരിച്ചതിനെ കണ്ടി വളരെയധികം വേഗത്തിൽ തന്നെ ഈ ഡീമൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇനോസ്കി. ഇതേ സമയം തന്നെ നമ്മുടെ സെനിറ്റ്സു നമ്മുടെ താൻജിറോട് ചോദിക്കുവാണ്, നീ എന്തിനാണ് വെറുതെ നമ്മുടെ നെസ്കോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, നിനക്ക് ആ ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെ വെച്ചുകൂടായിരുന്നോ എന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജിറോ പറയുകയാണ്, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും ഞാൻ വെറുതെ കളഞ്ഞു, അതുപോലെ എനിക്ക് എൻ്റെ നെസ്കോനെ കളയാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണമെന്ന് പറയുകയാണ്. അങ്ങനെ ഇത്ര നാൾ നടന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും മൂസാൻ കിബിക്സുജി നിന്റെ അന്ത്യം എടുത്തു, നിന്നെ ഞാൻ കൊന്നിരിക്കും എന്ന് നമ്മുടെ താൻജിറോ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ട്രെയിനിൽ വേറൊരാളും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ റെങ്കോക്കോ ആയിരുന്നു. ഇവർ മാത്രമല്ല വേറൊരാളും കൂടെ ട്രെയിനിൻ്റെ മണ്ടയ്ക്ക് ഇരിപ്പുണ്ട്. അത് ആ മൂസാൻ കിബിക്സുജി ഉണ്ടാക്കിയ ആ ഡീമനാണ്. സോ ആ ഡീമനെ കാണിച്ചിട്ട് ആണ്
ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1ൻ്റെ അകത്തിൽ 26ാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ ഇനി വെറും ഒരു എപ്പിസോഡും കൂടെ ബാക്കി മാത്രമേ ഉള്ളൂ സീസൺ 1ൻ്റെ അകത്തിൽ. അത് കഴിഞ്ഞിട്ട് ഒരു മൂവിയാണ് ഡീമൺ സ്ലെയർ മുഗൾ ട്രെയിൻ എന്നാണ് ആ മൂവിയുടെ പേര്. സോ ആ മൂവി ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എക്സ്പ്ലനേഷൻ ചെയ്തിടുന്നതായിരിക്കും. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ നിൽക്കുക. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.